നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ചയിലേക്ക് വഴി തെളിയിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയം അസ്വാഭാവികമാകുന്ന ചടുല നിമിഷങ്ങളിലേക്കാണ് നീങ്ങിപ്പോകുന്നത്. BJP കളിച്ച അതേ നാണയത്തിൽ തിരിച്ച് BJPയെ പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിക്ക്. ഒരു ഉപാധികളും ഇല്ലാത്ത സഖ്യം കൊടുക്കുക എന്നുള്ളത് നടപ്പിലാകും. ലോക്സഭയിൽ വലിയ രീതിയിൽ BJP തകർന്നടിഞ്ഞതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഈ അട്ടിമറി വിജയം നേടിയെടുത്തിട്ടും കേവല ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് ഇപ്പോഴും ഭയമുണ്ട്. കാരണം കൃത്യമായി പറഞ്ഞാൽ ഏകനാഥ് ഷിൻഡെ വിചാരിച്ചാൽ BJPയുടെ ഭരണം മാറ്റാൻ കഴിയും. BJP അധികാരത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. തനിക്ക് മുഖ്യമന്ത്രി പദവി വിട്ടു നൽകാൻ തയ്യാറല്ലാത്ത BJPക്കാരുമായി യാതൊരു രീതിയിലുള്ള ഒരു സഖ്യത്തിനും താല്പര്യമില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഏകനാഥ് ഷിൻഡെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഷിൻഡെയുമായി ഒരു ചർച്ചയ്ക്ക് താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവ് താക്കറെ കൂടി രംഗത്തിറങ്ങുമ്പോൾ കാര്യങ്ങൾ BJPക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. അതെ, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. 105 സീറ്റുമായി BJPയും 56 സീറ്റുമായി ശിവസേനയും ഉണ്ടായിരുന്ന സഖ്യത്തിൽ ശിവസേനയ്ക്ക് അർഹതപ്പെട്ട മുഖ്യമന്ത്രി പദവി നൽകാത്തതിൻ്റെ പേരിൽ BJP സഖ്യം ഉപേക്ഷിച്ച് മഹാവികാസ് അഘാദി സഖ്യം രൂപീകരിച്ചു. അതിനുശേഷം ഉദ്ധവ് താക്കറെ കൃത്യമായി 2.5 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിരവധിയായ സർവേകളിൽ ഇന്ത്യയിലെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ് എന്ന ഖ്യാതി നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പോഴിതാ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് വീണ്ടും പറയുമ്പോൾ ഫട്നാവിസിന്റെ മോഹങ്ങൾ തകരുകയാണ്. നടക്കില്ല എന്ന് ഫട്നാവിസിന് കൃത്യമായി ഉപദേശം നൽകിയിരിക്കുന്നു. BJPക്ക് 132 MLA-മാരുണ്ടെങ്കിലും അതൊന്നും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള ഒരു മാനദണ്ഡമേ അല്ല എന്ന് ഏകനാഥ് ഷിൻഡെ തുറന്നടിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്താൻ എനിക്കിപ്പോഴും സാധ്യമാണ് എന്ന് ഏകനാഥ് ഷിൻഡെ ശക്തമായി തിരിച്ചടിക്കുമ്പോൾ BJP നേതൃത്വം പതറുകയാണ്. അതൊരു താക്കീതാണ്. ഏക് ഹേ തോ സേഫ് ഹേ എന്നൊരു മുദ്രാവാക്യം BJP ഉയർത്തി. എന്നാൽ ഏകനാഥ് ഹേ തോ സേഫ് ഹേ എന്നാണ് BJPയോട് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കൂടെ ഏകനാഥ് ഷിൻഡെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിസഭ രൂപീകരിക്കാം, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാം. അത് മാത്രമേ നിങ്ങൾക്കിപ്പോൾ കഴിയൂ. മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ നിങ്ങളുടെ ആരുടെ ഔദാര്യം വേണ്ട എന്ന ഏകനാഥ് ഷിൻഡെയുടെ വാക്ക്. അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏകനാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്താൽ നമ്മൾ ആ കണക്ക് നോക്കൂ. 57 സീറ്റുള്ള ഏകനാഥ് ഷിൻഡെ, അജിത് പവാറിൻ്റെ 41 സീറ്റ്, 20 സീറ്റുള്ള ഉദ്ധവ് താക്കറെ വിഭാഗം, 16 സീറ്റുള്ള കോൺഗ്രസും അതുപോലെ 10 സീറ്റുള്ള ശരത് പവാർ വിഭാഗവും ഇവർ ഒത്തൊരുമിച്ചാൽ BJP പ്രതിപക്ഷത്ത് വീണ്ടും ആകും. ഒന്ന് ആലോചിക്കണം, കളികൾ മാറിത്തിരിയും. വലിയ തോതിൽ അട്ടിമറി നടത്തി, ഓപ്പറേഷൻ താമര നടത്തി എങ്ങനെയാണോ ശിവസേനയെ പിളർന്നത്, അതേ BJPയെ അതേ നാണയത്തിൽ തിരിച്ച് പണിയാൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഷിൻഡെ വലിയ അട്ടിമറിയാണ് ഇനി നടക്കാൻ പോകുന്നത്. മഹാരാഷ്ട്രയിൽ കളി കാത്തിരുന്നോളൂ. പിക്ചർ അഭി ഭി ബാക്കി ഹേ.